നാട്ടിലെ പാടം. ഇതാണ് ഞങ്ങളുടെ ഒരു പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. കണ്ടില്ല നമുക്കുണ്ടായ നാശനഷ്ടങ്ങളെല്ലാം. പിന്നെ ഞങ്ങളിപ്പോൾ പോകുന്നത് നമ്മളെ കുളത്തിലേക്കാണ്. നമ്മളെ എന്താ ഫജിൽ സന്ദർശിക്കാൻ. അതെ, ഞങ്ങൾ ഇവിടെ കുറേ ഞങ്ങളുടെ നാട്ടിലെ പ്രകൃതികളാണ് ഇതൊക്കെയല്ലോ. ഓക്കെ, കാണുന്നുണ്ടോ? എല്ലാവരും കാണുന്നുണ്ടോ? ഓക്കെ, ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ കുളത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് എന്താ പറയുന്നത്, ഇതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നടവഴികളാണിത്. ഇതിൽ നമ്മൾ നടക്കുമ്പോൾ വളരെ സൂക്ഷ്മപരമായിട്ട് നടക്കണം. പിന്നെന്താ വെച്ചാൽ ഇതിൽ ഭയങ്കര മുട്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ. പിന്നെ വാസി, നിനക്ക് എന്താ പറയുള്ളത്? ഞാൻ ഒരുപാട് കാലത്തിന് മുമ്പാണ് ഈ റോഡിലൂടെ വന്നത്. അന്ന് ഈ കല്ലൊക്കെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയത്. ബ്രിട്ടീഷുകാർ. ഞാൻ എന്റെ വെല്ലിപ്പാന്റെ കൂടെ പണ്ട് ഇതുപോലെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ കാലത്തിന് ശേഷം ഇന്നാണ് വരുന്നത്. പണ്ടത്തെ അതേപോലെ തന്നെ ഇതാണ് പഴത്തിന്റെ മരമാണ് ഇത്. പഴത്തിന്റെ മരം കണ്ടോ, ഇത്രയും വലിയ പഴത്തിന്റെ മരം ഒക്കെ ഉണ്ട്. ഞാൻ ഉമ്മർക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ നാട്ടിലെ പ്രകൃതികളാണ് അതൊക്കെ. അതായത് ഒരു മഴക്കാലത്ത് നമുക്കൊരു പ്രത്യേകം ഫീലാണ് ഇങ്ങനത്തെ വഴികളിലൂടെ നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും എല്ലാം നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞങ്ങളിപ്പോൾ പോകുന്നത് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ പാസ് ചെയ്ത കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എല്ലാം നിങ്ങളെ കാണിക്കുന്നതാണ് ഗൈസ്. ഇവിടെ വള്ളമില്ല, ഇവിടെ വള്ളമുണ്ട്. അതെന്താ? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പറിച്ച് കഴിക്കുന്നു. പിന്നെന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമുക്ക് എന്താ പറയാ, നമ്മളിപ്പോ കുറെ സ്ഥലത്ത് മഴക്കാലത്തായതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ ഇപ്പൊ എല്ലാം ഓക്കെ. കർഷകർക്ക് കുറെ നഷ്ടങ്ങളൊക്കെ വന്നു അല്ലേ? കുറെ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഇതുണ്ട്. കാരണം ഇപ്പൊ കണ്ടോ, ഇതിപ്പോ ഈ അടുത്ത് കാലഘട്ടത്തിൽ വായ കുഴിച്ചിട്ടാണ്. പക്ഷെ അവർക്കൊക്കെ നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നമുക്ക് മറ്റുള്ള നാട്ടിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബൈ ബൈ.